പ്രത്യേകിച്ച് ക്രൂഡ് മാർക്കറ്റിങ്ങിന് ഇടിയാനുള്ള കാരണം എന്ന് പറയുന്നത് കാര്യങ്ങൾ ഏറെക്കുറെ ഒരു അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സൂചന കൃത്യമായി നൽകുന്നു എന്നാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രംപ് പറയുന്ന യുദ്ധത്തിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ലക്ഷ്യം ഞങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അല്ല, ഈ യുദ്ധത്തിന് തന്നെ അങ്ങനെ ഒരു തലമുണ്ട്. മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു ടൂളായിട്ട് പോലും യുദ്ധത്തെ അമേരിക്ക ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും അനുമാനിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇന്ന് പറഞ്ഞത് തന്നെ $98 നിൽക്കുന്ന വില നാളെ വേറൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അത് $104 മാറുന്ന സ്ഥിതി ഉണ്ടാകാം. നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധം അതിൻ്റെ അവസാനം അല്ലെങ്കിൽ ഒരു നിർണായക ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ട്രംപ് ഒരു പ്രഖ്യാപനം നടത്തി. പ്രഖ്യാപനമല്ല, ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ഞങ്ങൾ വെടിനിർത്തലിന് തയ്യാറാണ്, നമ്മൾ പറയുന്ന ഡിമാൻഡ്സ് എല്ലാം ഇറാൻ അംഗീകരിച്ചു എന്നൊക്കെയുള്ളൊരു സംഭവം. തൊട്ടു പിന്നാലെ 120-അടുത്തെത്തിയ ക്രൂഡ് ഓയിൽ വില നേരെ $100 അടുത്തേക്ക് വരുന്നു. ഗോൾഡ് പ്രൈസ് കയറുന്നു. ഇനിയൊരു മാർക്കറ്റിൻ്റെ വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ സത്യത്തിൽ യുദ്ധം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയോ? അമേരിക്കയെ സംബന്ധിച്ച് അവരൊരു ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ്. അപ്പോൾ അമേരിക്കയ്ക്ക് ഇത്തരം ഇംപ്രഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നൊരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ യുദ്ധം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയോ? തോസ് ചോദിച്ചതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്നുള്ള റിയാക്ഷൻ വളരെ പ്രധാനമാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച $120 വരെ ഒരു ബാരലിൻ്റെ വില ഉയർന്നു വരുന്നു. അത് ഇന്നിപ്പോൾ എത്തിയിരിക്കുന്ന വില നിലവാരം $98. അതായത് ഒരു ദിവസത്തിനിടയിൽ മാത്രം ഒരു 6.08% ഇടിവ് ക്രൂഡ് പ്രൈസിൽ ഉണ്ടായിരിക്കുകയാണ്. അതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗോൾഡ് പ്രൈസിൽ ഒരു ഇൻക്രീസ്, കാര്യമായിട്ടുള്ള ഇൻക്രീസിലേക്ക് വരുന്നു. അപ്പോൾ ഇത് മാർക്കറ്റാണ് യുദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള ചേഞ്ചസിൻ്റെ കാര്യത്തിൽ മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്ന വസ്തുതകളുടെ ഒരു ബഹിർഗമനമാണത്. അതാണ് അതിനകത്ത് നമ്മൾ ആ ഒരു തലത്തിൽ ഗൗരവത്തിൽ നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു കാര്യം അതാണ്. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോൾ കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്യാനുള്ള ഇത്തരത്തിൽ പ്രത്യേകിച്ച് ക്രൂഡ് മാർക്കറ്റിങ്ങിന് ഇടിയാനുള്ള കാരണം എന്ന് പറയുന്നത് കാര്യങ്ങൾ ഏറെക്കുറെ ഒരു അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളൊരു സൂചന കൃത്യമായി നൽകുന്നു എന്നാണ്. അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാര്യം അതിനെ പല കാര്യങ്ങളും ഇപ്പോഴും അത് ഒരു അനിശ്ചിതാവസ്ഥ അതിനകത്ത് തുടരുന്നുണ്ട്. പക്ഷേ ട്രംപ് ഇറാൻ്റെ മുമ്പിൽ ഒരു 15 ഫോർമുല മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിനകത്ത് പല കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രംപ് പറയുന്ന യുദ്ധത്തിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള ലക്ഷ്യം ഞങ്ങൾ നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതിന് അവർ പറയുന്ന കാര്യം ഇറാൻ ഒരിക്കലും ആണവായുധം ഉപയോഗിക്കില്ല, ഉണ്ടാക്കില്ല, പ്രയോഗിക്കില്ല എന്നുള്ളൊരു ഒരു തീരുമാനത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ കഴിഞ്ഞു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് യുദ്ധത്തിൻ്റെ അവർ പ്രതീക്ഷിച്ചൊരു തലം കഴിഞ്ഞു. ഇനി ഒരു നെഗോഷിയേഷനിലേക്കും ഒരു പരിഹാരത്തിലേക്കും ഒരു സമവായ ചർച്ചയിലേക്കും ഒക്കെ പോകാം എന്നുള്ളൊരു വശത്തേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇപ്രകാരം റിയാക്ട് ചെയ്യുന്നതെന്ന് നമ്മൾ റീഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് വേറൊരു കാര്യവും കൂടെ അവശേഷിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ വെച്ച് ചർച്ച നടത്താം. പാകിസ്ഥാൻ അതിന് തയ്യാറാണെന്നുള്ള രീതിയിലുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. അതിന് അനുപൂരകമായിട്ട് വേറൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത് ഈ ജെയ്ഡ് ക്രൂസ്നർ, അതുപോലെ തന്നെ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റീവ് ബിറ്റ്കോഫ് തുടങ്ങിയ ആളുകൾ, പ്രധാനപ്പെട്ട US നേതാക്കന്മാർ ഇസ്ലാമാബാദിലേക്ക് ഈ ആഴ്ച വരുന്നു എന്നുള്ള റിപ്പോർട്ടുണ്ട്. പിന്നീടത് കൺഫേം ചെയ്തിട്ടില്ല. അമേരിക്ക തന്നെ, വാഷിങ്ടൺ തന്നെ അത് കൺഫേം ചെയ്തതായിട്ട് പറയുന്നില്ല. എങ്കിലും അത്തരം വാർത്തകൾ ഉയർന്നു വരുന്നുണ്ട്. അതെല്ലാം കാണിക്കുന്നത് യുദ്ധം ഒരു സമവായത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വെടിനിർത്തലിലേക്ക് എത്തുന്നു. ഈ 15 ഫോർമുല തന്നെ മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു മാസത്തെ വെടിനിർത്തലിന് വേണ്ടിയിട്ടാണെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം സൂചിപ്പിക്കുന്നത് യുദ്ധം ഒരു സമാപന ഘട്ടത്തിലേക്ക് കടന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ക്രൂഡ് മാർക്കറ്റും ഗോൾഡ് പ്രൈസ് മാർക്കറ്റിലും ഉണ്ടായിരിക്കുന്ന റിയാക്ഷൻ. അതുകൊണ്ട് മാർക്കറ്റ് എപ്പോഴും റിയാക്ട് ചെയ്യുന്നത് ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ്. കാരണം മാർക്കറ്റ് നിയന്ത്രിക്കുന്നത് വിദഗ്ധന്മാരും വലിയ ബുദ്ധിരാക്ഷസന്മാരാണ്. അപ്പോൾ അവർ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മാർക്കറ്റിൽ ഇടപെടുന്നത്. അതുകൊണ്ട് അത് കൃത്യമായൊരു സൂചനയായിട്ട് നമുക്ക് വിലയിരുത്തേണ്ടതായിട്ട് വരും. ഈ ട്രംപ് തന്നെ നല്ലൊരു ബിസിനസ്മാനാണ്. അതെ, തീർച്ചയായിട്ടും. യുദ്ധത്തിൻ്റെ കേസിൽ തന്നെ സ്റ്റാർട്ടിങ് തൊട്ടുള്ളൊരു സംഭവം, ട്രംപിൻ്റെ പല അവകാശവാദങ്ങളും പിന്നീട് ഇറാൻ വന്ന് തിരുത്തുന്ന അല്ലെങ്കിൽ തള്ളിക്കളയുന്നൊരു കേസ് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഈ വിഷയത്തിലും അങ്ങനെ തന്നെ. ഇപ്പോൾ ആണവായുധം ഇറാൻ ഉപയോഗിക്കില്ല എന്ന് ട്രംപ് പറയുന്നു. തൊട്ടു പിന്നാലെ അതിന് മറുപടിയായിട്ട് ഇറാൻ വരുന്നു.
ഞങ്ങൾ അങ്ങനെ സമ്മതിച്ചിട്ടില്ല, ഏത് മറുപടി എന്ത് മറുപടി എന്നൊക്കെയാണ് അവരൊരു റെസ്പോൺസ് ഇതിന് വന്നേക്കണേ. അപ്പം ഇങ്ങനെ ഒരു കേസിൽ ഒരു പക്ഷേ ഇതെല്ലാം ട്രംപിൻ്റെ ഒരു ഗിമ്മിക്ക് ആയിക്കൂടെ? അല്ലെങ്കിൽ ഈ മാർക്കറ്റ് കുറച്ച് നാളായിട്ട് ഭയങ്കര അസ്ഥിരതാണ്, ഒട്ടും കോൺസ്റ്റൻ്റ് അല്ലാത്തൊരു മാർക്കറ്റാണ്. ഒരു പക്ഷേ ഇതുകൊണ്ട് നേട്ടമുണ്ടാവുന്നത് മറ്റു കുറച്ച് ആളുകൾക്കാവാം. അമേരിക്കയെ സംബന്ധിച്ച് പ്യുവർലി മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയ ഒരു എക്കോണമിയാണ് അവരുടെ. അല്ല, ഈ യുദ്ധത്തിന് തന്നെ അങ്ങനെ ഒരു തലമുണ്ട്. മാർക്കറ്റിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഒരു ടൂളായിട്ട് പോലും യുദ്ധത്തെ അമേരിക്ക ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് പല കാര്യങ്ങളിൽ നിന്നും അനുമാനിക്കേണ്ടി വരും. അമേരിക്കയിലെ പല കമ്പനികളും ഓഹരി നിക്ഷേപകരടക്കമുള്ള ആളുകൾ ഈ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ക്രൂഡ് വിലയിലെ അസ്ഥിരത തന്നെ ഈ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റിൽ വല്ലാതെ ഉപയോഗിച്ച് വൻതോതിൽ നേട്ടം കൊയ്തിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പം നമ്മൾ ഇന്ന് പറഞ്ഞത് തന്നെ $98 നിൽക്കുന്ന വില നാളെ വേറൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ അത് $104 മാറുന്ന സ്ഥിതി ഉണ്ടാകാം. അപ്പോൾ ഇന്ന് വാങ്ങിയിട്ട് നാളെ ആ പൊസിഷൻ അൺവൈൻഡ് ചെയ്യുന്ന സമയത്തുണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് അതിഭീമമായൊരു നേട്ടമായിരിക്കും. അതുകൊണ്ട് അത്തരത്തിൽ ഇത് ഉപയോഗിക്കപ്പെടുന്നതെന്നുള്ള ഒരു വർത്തമാനം ഈ ലോക സാമ്പത്തിക വൃത്തങ്ങളിൽ ശക്തമാണ്. അതുകൊണ്ട് യുദ്ധം പോലും അമേരിക്കയിലെ വൻകിടക്കാരുടെ കോർപ്പറേറ്റ് ഹൗസുകളുടെ വൻകിട നിക്ഷേപകരുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ട്രംപിൻ്റെ മരുമകൻ സ്റ്റോക്ക് മാർക്കറ്റിലെ വലിയൊരു നിക്ഷേപകനാണ്. കോടിക്കണക്കിന് ഡോളറിൻ്റെ നിക്ഷേപം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സഹായകമായ രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. യുദ്ധം പോലും അതിൻ്റെ ഭാഗമായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണെന്നുള്ളൊരു ചിന്ത ലോകത്തുനിന്ന് ഉടലെടുക്കുന്നുണ്ട്. നേരത്തെ തോമസ് പറഞ്ഞ പോലെ തന്നെ ഇറാൻ ഇതെല്ലാം നിഷേധിക്കുന്നുണ്ട്. ഇറാൻ അമേരിക്കയുടെ അവകാശവാദങ്ങളെയും ഈ ഒത്തുതീർപ്പിൻ്റെ കാര്യത്തെക്കുറിച്ചും വെടിനിർത്തലിൻ്റെ കാര്യത്തെക്കുറിച്ചൊന്നും ഇറാൻ റിയാക്ട് ചെയ്യുന്നില്ല. ഇറാൻ നേരെ തിരിച്ചാണ് റിയാക്ട് ചെയ്യുന്നത്. അമേരിക്കയെ സംബന്ധിച്ച് ഇതൊരു ബിസിനസ് മൈൻഡ് ആണെങ്കിൽ ഇറാന് കുറച്ചുകൂടി ഇമോഷണലാണ് കാര്യങ്ങൾ. അവരൊരു പക്ഷേ ഇങ്ങനെ ഒരു വശം ഇതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ടാവില്ല എന്നൊരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും അത് ഇറാൻ വ്യക്തമാക്കി കഴിഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റിൻ്റെയും അമേരിക്കക്കാരുടെയും അമേരിക്കയിലെ വൻകിട വ്യവസായികളുടെയും ബിസിനസ് താല്പര്യമാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉയർത്തിവിടുന്നത്. ഇത്തരത്തിൽ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കുന്നത് ഈ നേട്ടം കൊയ്യുന്നതിന് വേണ്ടിയാണെന്ന് ഇറാൻ പച്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇറാൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. അതാണ് ഈ ക്രൂഡ് മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഒരു കാര്യം ഇറാൻ പറഞ്ഞിട്ടുള്ളത്. ഇറാനുമായിട്ട് ശത്രുതയില്ലാത്ത രാജ്യങ്ങളെ അല്ലെങ്കിൽ ഇറാൻ്റെ നിലപാടുകളെ തള്ളിക്കളയാത്ത രാജ്യങ്ങളുടെ കപ്പലുകളെ ഹോർമുസ് കടലിടുക്ക് കടന്നു പോകാൻ ഞങ്ങൾ അനുവദിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത് ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ക്രിയേറ്റീവായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു നീക്കം, വളരെ ശക്തമായിട്ടുള്ളൊരു നീക്കമായിട്ട് നമ്മളതിനെ കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ അമേരിക്ക ഇതെല്ലാം പറയുമ്പോൾ തന്നെ മധ്യേഷ്യയിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെ പെൻറ്റഗൺ തീരുമാനിച്ചിരിക്കുന്നത് അമേരിക്കയുടെ 82ാം എയർബോൺ ഡിവിഷനെ മധ്യേഷ്യയിൽ ഡിപ്ലോയ് ചെയ്യാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരേ സമയം ഞങ്ങൾ ചർച്ചയും ചെയ്യുന്നു അല്ലെങ്കിൽ വെടിനിർത്താൻ തയ്യാറാവുന്നു എന്ന് പറയുമ്പോൾ തന്നെ മറുവശത്ത് വേറെ രീതിയിലുള്ള അതിനെതിരായ നീക്കങ്ങളും കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് അമേരിക്കൻ താല്പര്യങ്ങളുടെ കാര്യത്തിൽ സംശയം ജനിപ്പിക്കുന്നത്. ഇസ്രായേലാണെങ്കിൽ ഇതിനോടൊന്നും പ്രതികരിച്ചിട്ടുമില്ല. ഇങ്ങനെ ചർച്ച നടക്കുന്നുണ്ട് എന്താണെന്നുള്ളതിലൊന്നും അത് ചെയ്തിട്ടില്ല. പക്ഷേ മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ വിലയിരുത്തേണ്ടത് ഒരിതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഗോൾഡ് മാർക്കറ്റ് ഒന്ന് പരിശോധിക്കുമ്പോൾ ഗോൾഡ് മാർക്കറ്റിൽ ഇന്ന് പെട്ടെന്ന് വില ഉയരുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇപ്പം $4,536 ഒരു ഔൺസ് സ്വർണത്തിൻ്റെ വില ഇന്ന് ഉയർന്നു. ഈ ഒറ്റ ദിവസം കൊണ്ട് $135.79 ഒറ്റയടിക്ക് കയറുന്ന ഒരവസ്ഥയുണ്ട്. അതൊക്കെ ഒരു അഭൂതപൂർവമായ വിലക്കയറ്റമാണ്. അപ്പോൾ അങ്ങനെ മാർക്കറ്റ് റിയാക്ട് ചെയ്യുമ്പോൾ ഇന്ന് കേരളത്തിൽ എന്താണ് നമ്മൾ കണ്ടത്? കേരളത്തിൽ ഇന്ന് 1,00,000 രൂപയ്ക്ക് മുകളിലേക്ക് വീണ്ടും എത്തി. 1,07,560 രൂപയായിട്ടൊരു പവൻ്റെ വില കൂടി. ഈ മാർച്ച് മാസത്തിലെ ഹയസ്റ്റ് എന്ന് പറയുന്നത് 1,26,920 രൂപയായിരുന്നു. അത് മാർച്ച് 23-ന് 99,480 രൂപയിലേക്ക് താഴ്ന്നു. അപ്പോൾ ഈ ഫ്ലക്ച്വേഷൻ മാർക്കറ്റിൽ വളരെ വലിയ തോതിൽ ഗോൾഡ് മാർക്കറ്റിൽ നടക്കുകയാണ്. അത് ഇന്നിപ്പോൾ 1,04,800 രൂപയിലേക്ക് വീണ്ടും ഉയർന്നിരിക്കുക. അത് 1,00,000 രൂപയ്ക്ക് മുകളിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം എന്ന് പറയുന്നത് നമ്മൾ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. കാരണം ഇന്നലെ മാർച്ച് 23-ാം തീയതി വാങ്ങിയ ഒരാൾക്ക് 99,480 രൂപയാണ്. ഇന്ന് വാങ്ങുമ്പോൾ 1,04,800 രൂപയാണ്. വലിയ വ്യത്യാസത്തിലേക്ക് ഓരോ ദിവസവും മാറുന്ന സ്ഥിതി വിശേഷമുണ്ട്. ഇപ്പോൾ ഈ അമേരിക്കനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് സ്റ്റേജ് കളികളൊക്കെ അറിയാവുന്ന ഒരു മാർക്കറ്റിനെ ഇത് മുതലാക്കാം.
പക്ഷെ സത്യം പറഞ്ഞാൽ നഷ്ടം സംഭവിക്കുന്ന മുഴുവൻ ഏഷ്യൻ മാർക്കറ്റുകൾക്കാണ്. ചെറുകിട ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കൊന്നും ഈ ഫ്ലക്ച്വേഷൻ്റെ ഒരു ഗുണവും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അതെ, ഇന്ത്യൻ മാർക്കറ്റ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്, ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഈ സാധാരണക്കാരാണ് ഇതിനകത്ത് പെട്ടുപോകുന്നത്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഗോൾഡിൻ്റെ ഫ്ലക്ച്വേഷനും സ്റ്റോക്ക് മാർക്കറ്റിലെ ഫ്ലക്ച്വേഷനും ഒക്കെ ഈ സാധാരണ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞ ഉള്ളുകള്ളികൾ അവരിതൊന്നും മനസ്സിലാക്കിയിട്ടല്ല കാര്യങ്ങളിലേക്ക് പോകുന്നത്. അവർ യുദ്ധം ഏത് രീതിയിലേക്ക് തിരിയുമെന്നുള്ള മുൻകൂർ ധാരണയൊന്നും അമേരിക്കൻ പ്രസിഡന്റിനെ പോലെ അവർക്കില്ല. അപ്പോൾ ഇതൊക്കെ വിഷമത്തിലാക്കുന്നത് അവരെയാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചത്, ഇന്ന് ഡോളറിൻ്റെ വില വീണ്ടും ഭയങ്കര തോതിൽ ഉയർന്നിരിക്കുകയാണ്. 93.95 രൂപയിലേക്ക് ഡോളർ വില ഉയർന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് പൊതുവേ നമുക്ക് പോസിറ്റീവായിട്ടൊരു ചിത്രം ആണ് എന്ന് ഇപ്പോൾ നിലവിൽ അനുമാനിക്കാൻ കഴിയും. കാരണം അത് ഈ മാർക്കറ്റ് വൃത്തങ്ങൾ നൽകുന്ന സൂചന യുദ്ധം ഒരു വെടിനിർത്തലിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെയാണ് അമേരിക്കയുടെ ഒരു പരിധിവരെ അമേരിക്കയ്ക്ക് മതിയായി എന്ന്. അതെ, രണ്ട് കൂട്ടർക്കും ഏകദേശം അടുത്ത് തുടങ്ങി. യുദ്ധം തുടങ്ങിയിട്ട് ട്രംപിനെ സംബന്ധിച്ച് ഇനി ഇത് നിർത്താം എന്നുള്ളൊരു മൂഡായിട്ടുണ്ട്. കാരണം സ്വന്തം രാജ്യത്ത് നിന്ന് തന്നെ അത്യാവശ്യം നല്ല പ്രഷർ വന്നു തുടങ്ങി ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി. പല ഘടകങ്ങളുണ്ടാവും അതിന്. ഇറാനെ സംബന്ധിച്ചും അവരുടെ ആൾനാശവും മറ്റുമെല്ലാം താങ്ങാവുന്ന ഒരു ഘട്ടം എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് അവസാനിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു സമവായത്തിലൂടെ യുദ്ധം പൂർണ്ണമായൊരു അവസാനം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇല്ല, താൽക്കാലികമായൊരു വെടിനിർത്തലിലേക്ക് പോകാം. അതുകൂടാതെ തന്നെ അമേരിക്കൻ ഇക്കോണമി നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അതായത് അമേരിക്കയിൽ വിലക്കയറ്റ ശക്തമാകുന്നുണ്ട്. അത് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. മാത്രമല്ല, യുദ്ധത്തിന് വേണ്ടി കോടാനുകോടി ഡോളർ അമേരിക്കൻ ദിവസവും അമേരിക്കയുടെ ട്രഷറിയിൽ നിന്ന് ഉപയോഗിക്കുകയാണ്. ഇത് സാധാരണക്കാരുടെ പൈസയാണ്, നികുതിദായകരുടെ പൈസയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ മുകൾ തട്ടിലിരിക്കുന്ന ആളുകൾ വലിയ നേട്ടം ഉണ്ടാക്കുന്നതൊക്കെ സാധാരണക്കാരുടെ വിഷയമല്ല. പക്ഷേ ഈ യുദ്ധത്തിന് വേണ്ടി കോടിക്കണക്കിന് ഡോളർ അമേരിക്ക ചെലവഴിക്കുന്നത്. അതുകൊണ്ട് അതൊരു മടുപ്പിൻ്റെ അവസ്ഥയിലേക്ക്, പ്രതിസന്ധി രണ്ടു കൂട്ടരെയും എങ്ങനെയെങ്കിലും അതിൽ നിന്ന് മാറിയാൽ മതി എന്നുള്ളത് ഘട്ടത്തിൽ വരുമ്പോൾ അമേരിക്കയ്ക്ക് എങ്ങനെയെങ്കിലും മാറിയാൽ മതി എന്നുള്ളൊരവസ്ഥ കുറേ കൂടി ശക്തമായിട്ടുണ്ട്. കാരണം ഇറാൻ ഒരു ഡിഫെൻസീവാണ്. അവരെ സംബന്ധിച്ചൊരു വൈകാരികമായ പ്രശ്നമുണ്ട്. അവർക്ക് അങ്ങനെ എളുപ്പത്തിൽ നിന്ന് ഞങ്ങൾ നാളെ അങ്ങ് നിർത്തിയേക്കാം എന്ന് പറയുന്നൊരവസ്ഥ അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. ഒരു പരിധിവരെ ചില കാര്യങ്ങളൊക്കെ അമേരിക്ക ലാക്കാക്കിയ, രഹസ്യമായി ലക്ഷ്യമിട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ അതിനകത്തൂടെ നേടിയിട്ടുണ്ടാവും. എണ്ണ വില നിയന്ത്രിക്കുക, എണ്ണ ചോർത്തിയെടുക്കുക, ഇതൊക്കെ ഉള്ള ലക്ഷ്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകും. അതുകൊണ്ട് ഇനി കാര്യമായിട്ടൊന്നും പോകണ്ട, കാര്യങ്ങൾ ഇവിടെയൊക്കെ ഇന്ന് അവസാനിപ്പിക്കാം. തോമസ് സൂചിപ്പിച്ചതുപോലെ തന്നെ അതുകൊണ്ട് പെർമനൻ്റായിട്ട് ശാശ്വതമായിട്ടൊന്നും പരിഹാരം ഉണ്ടായി എന്ന് നമ്മൾ കരുതേണ്ട കാര്യമില്ല. മധ്യേഷ്യ കത്തിക്കൊണ്ട് നിൽക്കും. മധ്യേഷ്യ അമേരിക്കയുടെ ഒരു കണ്ണായൊരു കേന്ദ്രമാണ്. ലോകത്തെ നിയന്ത്രിക്കാനുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ്. അതുകൊണ്ട് മധ്യേഷ്യയിൽ അശാന്തി വളർത്തുക എന്നുള്ള തന്ത്രം തൽക്കാലത്തേക്ക് അമേരിക്ക മടക്കി വെച്ചെന്നുണ്ടെങ്കിലും അത് അവസാനിച്ചു എന്ന് വിചാരിക്കേണ്ട. താൽക്കാലികമായി അവസാനിച്ചാൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക്, ഇന്ത്യയിലെ സാധാരണക്കാർക്കൊക്കെ ഗ്യാസ് കിട്ടുമെന്നൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം.